വിശുദ്ധ കൊച്ചു ത്രേസ്യ, ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് 10-ാം പിയൂസ് മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തിയ കർമ്മലിത്ത സന്യാസിനി, ക്രൂശിതന്റെ പഞ്ചക്ഷതങ്ങളിൽ നിന്ന് ചിതറിത്തെറിച്ച തിരുരക്തം പോലെ സഹനത്തിൻ്റെ സാക്ഷ്യമായി മാറിയവൾ, സ്വർഗത്തിലെ ചെറുപുഷ്പം, സ്വർഗപുത്രി. ഇവൾ എൻ്റെ പ്രിയപുത്രി. 2 വയസ്സു മുതൽ എന്നെപ്പോലെ അവൻ ആശിച്ചവൾ. ഫ്രാൻസിലെ നോർമണ്ടിയിൽ ലൂയി മാർട്ടിൻ്റെയും സെലിഗറിൻ്റെയും മകളായി കൊച്ചു ത്രേസ്യ ജനിച്ചു. കൊച്ചു ത്രേസ്യേ, മോളെ, കൊച്ചു ത്രേസ്യേ, മോളെ. എന്താ നീ എന്താ മോളെ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നേ? അമ്മേ, മാതാവ് മാലാഖമാരുടെ കൂടെ എന്നെ കാണാൻ വന്നു. മാതാവോ? മാലാഖമാരുടെ കൂടെയോ? അതേ മരിയേച്ചി. ഒന്ന് പോ മോളെ. എന്റെ പൗളിൻ ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യമാ. ഇവിടെ സ്വപ്നം കണ്ടതായിരിക്കും അമ്മ. അതേ ലയോന ചേച്ചി, സ്വപ്നത്തിൽ മാതാവ് വന്നു. ഈ കൊച്ചു ത്രേസ്യയുടെ സ്വപ്നത്തില് വിശുദ്ധര് മാത്രമേ വരുള്ളൂ. അതെന്താപ്പ അങ്ങനെ? അമ്മയുടെ മടിയിലിരുന്ന് വിശുദ്ധന്മാരുടെ കഥകൾ കേൾക്കാതെ ഉറങ്ങില്ല എന്റെ കൊച്ചു ത്രേസ്യ. പിന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കോ? എന്റെ മോളൊരു വിശുദ്ധയാവണം, അതാ അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം ഈ കൊച്ചു ത്രേസ്യ സാധിച്ചു തരും. എന്റെ പൊന്നു മോളെ. ഭൂമിയിലെ സ്വർഗമായിരുന്നു എൻ്റെ മാർട്ടിൻ കുടുംബം. ആ കുടുംബത്തിലേക്ക് അന്ന് ദുഃഖത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മരണദൂതൻ വന്നു. ലൂയി, എന്താ സെലി? ഞാൻ മരിച്ച പിന്നെ എനിക്ക് നമ്മുടെ മക്കളെ കാണാൻ പറ്റില്ലല്ലോ. എന്തിനാ സെലി നീ ഇങ്ങനെയൊക്കെ പറയണേ? നമ്മുടെ മക്കൾക്ക് വിഷമാവില്ലേ? മക്കളെ, നിങ്ങള് നിങ്ങളുടെ കുഞ്ഞനുജത്തി കൊച്ചു ത്രേസ്യയെ പൊന്നുപോലെ നോക്കണം. അമ്മയില്ലാത്ത ദുഃഖം എന്റെ കൊച്ചു ത്രേസ്യയെ അറിയിക്കരുത്. സ്വർഗത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. സെലി, സെലി, സെലി. ഒരിക്കൽ ലൂയി മാർട്ടിൻ കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു സമ്മാനം കൊടുത്തു. ഒരപ്പന് മകൾക്ക് കൊടുക്കാൻ കഴിയുന്നതിലും വച്ച് ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമായിരുന്നു അത്. കൊച്ചു ത്രേസ്യേ,
മോളെ കൊച്ചു ത്രേസ്യേ, മോളെ. എന്തോ എന്താപ്പാ? അപ്പൻ മോൾക്കൊരു സമ്മാനം തരാൻ വിളിച്ചതാ. സമ്മാനോ? എന്ത് സമ്മാനാ? ഇന്ന ഹായ്, നല്ല ഭംഗിയുള്ള വെളുത്ത കൊച്ചു പൂക്കൾ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. മോളെ കൊച്ചു ത്രേസ്യേ, നീ ഈ പൂക്കൾ പോലെ നിർമ്മലമായൊരു ജീവിതം നയിക്കണം. അതാ ഈ അപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ പൂക്കൾ ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഈ പൂക്കൾ പോലെ ഞാൻ എൻ്റെ ജീവിതം നിർമ്മലമാക്കും. എന്റെ മോളെ. എൻ്റെ 4 ചേച്ചിമാരും അതിനകം മഠത്തിൽ ചേർന്നിരുന്നു. വെറും 14 വയസ്സിൽ ഞാനും മഠത്തിൽ ചേരണമെന്ന് വാശി പിടിച്ചു. എന്താ? എനിക്ക് മടത്തി ചേരണം. അതിന് നീയൊരു കുട്ടിയല്ലേ? ഞാൻ എപ്പ വന്നാലും ആഗ്നസ് അമ്മ ഇത് തന്നെയാ പറയുന്നേ. ഹാ, ഞാനെന്ത് ചെയ്യാനാ? 21 വയസ്സ് തികയാതെ മഠത്തിൽ ചേരാൻ മഠത്തിന്റെ സുപ്പീരിയറായ വൈദികൻ സമ്മതിക്കണ്ടേ? എന്താ അനിയത്തിക്ക് വേണ്ടി നിയമം മാറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാ പ്രായമല്ല ഭക്തിയാ വലുതെന്ന് ചേച്ചിയമ്മ അങ്ങ് പറഞ്ഞേക്ക്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മോള് പോയി ബിഷപ്പിനെ കാണും. പൊയ്ക്കോ. ചേച്ചിയമ്മേ പ്ലീസ്, എനിക്ക് കർമ്മലീത്ത മഠത്തിൽ ചേരണം. എനിക്ക് മഠത്തിൽ ചേരണം. കൊച്ചു ത്രേസ്യ അപ്പനെയും കൂട്ടി റോമിലേക്ക് പോയി മാർപ്പാപ്പയെ കണ്ടു. കൊച്ചു ത്രേസ്യ കർമ്മലീത്ത സഭയിൽ ചേരാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. സത്യമാണ് പിതാവേ. ആദ്യം അപ്പൻ സമ്മതിച്ചില്ല. അപ്പൻ സമ്മതിച്ചപ്പോ അമ്മാച്ചൻ സമ്മതിച്ചില്ല. അമ്മാച്ചൻ സമ്മതിച്ചപ്പോ സുപ്പീരിയർ അച്ഛൻ സമ്മതിച്ചില്ല. സുപ്പീരിയർ അച്ഛൻ സമ്മതിച്ചപ്പോ ബിഷപ്പ് സമ്മതിക്കുന്നില്ല. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാ ഞങ്ങൾ അഭിവന്ദ്യ പിതാവിനെ കാണാൻ വന്നത്. അഭിവന്ദ്യ പിതാവേ, അവസാനത്തെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. പ്രായം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അങ്ങന്റെ കൊച്ചു ത്രേസ്യയ്ക്ക് സഭാവസ്ത്രം നിഷേധിക്കരുത്. ലൂയി മാർട്ടിൻ, ദൈവഹിതത്തെ മറികടക്കാൻ പോപ്പ് ലയോ 13 കഴിയില്ല. പിതാവേ, അങ്ങ് പറഞ്ഞു വരുന്നത്? ദൈവഹിതമെങ്കിൽ കൊച്ചു ത്രേസ്യയ്ക്ക് സഭാവസ്ത്രം ലഭിക്കും. അല്ലെങ്കിൽ ദൈവവിളി വരെ കാത്തിരിക്കേണ്ടി വരും. പിതാവേ, തൽക്കാലം നിങ്ങൾക്ക് പോകാം. എന്റെ മാതാവേ, അങ്ങും കൊച്ചു ത്രേസ്യയെ കൈവിട്ടോ?
കൊച്ചു ത്രേസ്യാക്ക് കർത്താവിൻ്റെ തിരുമണവാട്ടിയാകാൻ 21 വയസ്സുവരെ കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഞാൻ അവളുടെ മനമറിഞ്ഞു. അങ്ങനെ 1889 ജനുവരി മാസം 10-ാം തീയതി കൊച്ചു ത്രേസ്യ സഭാവസ്ത്രം സ്വീകരിച്ചു. ഒരു കർമ്മലീത്ത സന്യാസിനിയായി. വെറും 9 വർഷം മാത്രമാണ് എനിക്ക് സമർപ്പിത ജീവിതം നയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ ക്ഷയരോഗബാധിതയായി. മഠത്തിലുള്ളവർക്ക് നിറ കണ്ണുകളോടെയല്ലാതെ ആ കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നു. ഞാൻ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്തു. എന്റെ നാഥ, ഇതാ നിന്റെ കൊച്ചു ത്രേസ്യ, എന്റെ പ്രാണനെ ഞാൻ നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. It's no greater